ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മതതീവ്രവാദത്തിന്റെ ഹബ്ബാണ് കേരളം. തെക്ക് നിന്ന് വടക്കോട്ട് അബ്ദുൽ നാസർ മാദിരി നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗ പ്രചാരണ യാത്ര ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക, അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രമാവാനും പോകുന്നില്ല, ഒരു മുസ്ലിം രാജ്യമാവാനും പോകുന്നില്ല. സംഘടന ഇവിടെ നിരോധിച്ചു. അത് നിരോധിക്കാൻ അധികം സമയമൊന്നും വേണ്ടില്ല. 100-300 ആളുകൾ കേന്ദ്രത്തിന്റെ ആളുകൾ കേരളത്തിൽ വന്നപ്പോഴേക്ക് ജനം ടിവിയിൽ മുജാഹിദ് നേതാവ് അബ്ദുൽ മജീദ് സലാഹിയുടെ ഒരു അഭിമുഖം. ഒരു സംഘപരിവാറുകാരൻ അവരുടെ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്ന പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അയാൾ സംസാരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ നമ്മളുടെ അച്ഛന്റെ ശത്രുക്കളോടാണോ പോയിട്ട് അച്ഛന്റെ കുറ്റം പറയുക? ഒരു കാര്യം എവിടെ പറയുന്നു, ആരോട് പറയുന്നു, എന്തിനു പറയുന്നു, ആരാണ് അതിന്റെ പ്രേക്ഷകർ എന്നതിന് വലിയ പ്രാധാന്യമില്ലേ? എന്തിനാണ് അബ്ദുൽ മജീദ് സലാഹി മുസ്ലിം സമുദായത്തിന്റെ കാര്യം അവരെ മുച്ചൂടും മുടിച്ചു കളയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു മാധ്യമത്തോട് പറയുന്നത്? അപ്പൊ ഉദ്ദേശം എന്ന് പറയുന്നത് നന്മയല്ല, സമുദായ സ്നേഹമല്ല, ഒന്നുമല്ല, വെറും സംഘപരിവാർ സ്നേഹം മാത്രമാണത്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാല് നടുക്കഷ്ണം തിന്നണം എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ്. അത് ചില സ്വഭാവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന പഴഞ്ചൊല്ലാണല്ലോ. അങ്ങനെ സംഭവം കാണാം നമുക്ക്. നൗഷാദിന്റെ ഒരു പ്രസംഗം കേൾക്കുക, നല്ലളത്ത് നടത്തിയ പ്രഭാഷണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ അവരോട് സംസാരിക്കും? ഒരുപാട് മിനിറ്റുകൾ ഉള്ള സംഭവമാണത്. അതെല്ലാം കൂടി പ്ലേ ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും നിന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം തൊഴിൽ ഉസ്താദ് ആ വിഷയം നമ്മൾ അവരോടും പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. വേറെന്തോ അവിടെ പോയി പറയല്ലത്. ഞങ്ങൾ ആ സന്ദേശം അതവിടെ എത്തിക്കുകയാണ്. ഇത് ഹാജാത്തങ്ങളും മമ്പ്രന്തങ്ങളും മടവൂര് ശൈഖുനയും പഠിപ്പിച്ച മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന ഒരു വലിയ വഴിയാണ് സൂഫി വഴി. ആ വഴിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ സപ്പോർട്ടുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറയാണ്. അതിൻ്റെ വിശദീകരണങ്ങളാ, പിന്നെ അതിനെതിരായ ആളുകളെ കുറിച്ചുള്ള ചർച്ചകളാ, പിന്നെ ഒക്കെ ഉണ്ട്. ചർച്ചകൾ വിശാലമല്ലേ. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ജീവിക്കണമല്ലോ, അതിനുവേണ്ടി ഒരു അരയും കൂടി ഞാൻ തരാണ്. അവനെ ഒന്ന് വിട്ടുകൊടുക്ക്, പറയട്ടെ. മതത്തിന്റെ ഇടയിൽ മതിൽക്കെട്ട് സൃഷ്ടിച്ച് മനുഷ്യന്മാരെ തമ്മിൽ അകറ്റുന്ന ഒരു സാഹചര്യം, ഇത് യഥാർത്ഥത്തിൽ മതങ്ങൾ അതിന് നൗഷാദ് കേട്ടല്ലോ. അല്ല, നൗഷാദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ജീവിക്കണല്ലോ, അതുകൊണ്ട് നമ്മളൊരു ക്ലിപ്പ് ഇട്ട് തരാണ്. അത് നൗഷാദ് ഒരു സംഭവമാക്കി പറയാം. നൗഷാദിനെ കൊണ്ട് മറുപടി പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന നിലക്ക് കാര്യങ്ങളൊന്ന് ഉഷാറാക്കി വെക്കാം. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങളെ കൊണ്ടാണ് മക്കൾ. സംഗതി അങ്ങനെയല്ല ഉള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്ന ഏതൊരാൾക്കും അവനവൻ്റെതായ വിഷയങ്ങളുണ്ട്. പള്ളി, മദ്രസ, ദർസ്, അതുപോലെ മറ്റു ഒരുപാട് വിഷയങ്ങളുള്ള ആളുകളാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ സമയം കണ്ടെത്തിയിട്ടാണ് സത്യത്തിൽ ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ സാന്ദർഭികമായി ആ വിഷയം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നൗഷാദ് അതിൽ പറയുന്നത്, ഞങ്ങൾ അവിടെ പോയിട്ട് പറയുമ്പോൾ നൗഷാദിന്റെ പിന്നെ സ്വാഭാവികമായിട്ടുള്ള നൗഷാദിന്റെ ആ ആക്രോശങ്ങളും ആ ഒരു പിന്നെ ഇതൊന്നും ഇല്ല കേട്ടോ. സംഗതി കയ്യിൽ നിന്ന് പൊയ്ക്കണെന്ന് നൗഷാദിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ വിശദീകരണത്തിന് ആ ഒരു ടോണ് നൗഷാദിന്റെ ശരീരഭാഷയൊക്കെ കണ്ടാൽ മനസ്സിലാവും. മറ്റേത് അങ്ങനെയല്ല, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അടിത്തറ ഞങ്ങൾ മാന്തും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറയുന്ന നൗഷാദിന്റെ ആ ശൈലി മാറ്റം, അഥവാ പറഞ്ഞത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇടപെട്ടത് എന്നുള്ള ഇതാണ്. എന്നിട്ട് നൗഷാദ് ഒരു ക്ലിപ്പ് ഇടുന്നുണ്ട്. അപ്പൊ അതില് നൗഷാദ് പറയുന്നു മനുഷ്യർ തമ്മിൽ ആ ക്ലിപ്പ് കുഞ്ഞാമ്പതിന്റെ ഒരു ക്ലിപ്പ് നൗഷാദ് ഇടുന്നുണ്ട്. അത് ഇട്ടിട്ട് ബാക്കി നമുക്ക് കേൾക്കാം. യഥാർത്ഥ വഴികൾ അതൊരു ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതോ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ല, ഒരു ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം. ഓരോ മതത്തിന്റെയും അവർക്ക് പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും, അവരുടെ നേതാക്കന്മാരുണ്ടാവും, ആചാര്യന്മാരുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ സൂഫി വര്യന്മാർ അവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അജ്മീർ ഖാജ, അതുപോലെ തന്നെ കേരളത്തിലെത്തുമ്പോൾ അമ്പുറന്തങ്ങൾ, ഞങ്ങളുടെയൊക്കെ വഴികളിലേക്ക് ഞങ്ങൾക്ക് വല്ലാതെ പ്രകാശം വിതറിക്കൊണ്ടിരിക്കുന്ന മടവൂർ ശൈഖുന,
അവരുടെ പരിശുദ്ധമായ വഴി, ആ വഴിയെ കേരളീയ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് മതങ്ങൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാൻ വഴിയൊരുക്കാൻ പാടില്ല. അത് കൂടുതൽ പരസ്പരം അടുത്തറിയാനും സ്നേഹിക്കാനും വഴിയൊരുക്കണം. അപ്പൊ സൂഫീസം നമ്മുടെ രാജ്യത്ത് അതിന് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിജി, അദ്ദേഹം ഈ സൂഫീസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഈ സമീപകാലത്ത് നടത്തിയ സൂഫി കുഞ്ഞാമിനെ ക്ലിപ്പ് കേട്ടല്ലോ. അപ്പൊ കുഞ്ഞാമി അതിലെന്താ പറയുന്നത്? മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാൻ പാടില്ല, മതങ്ങൾ തമ്മിൽ മനുഷ്യരെ അടുപ്പിക്കാൻ പാടില്ല, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഈ ചർച്ചകളിൽ വളരെ ദുരൂഹതകളുണ്ട് അല്ലെ. ഇവര് അതിലിടക്ക് പറയുന്നില്ലേ ഇതിനെതിരായ മോദിജി ഇവിടെ കുറെ പ്രധാനമന്ത്രിമാർ വന്നു പോയിട്ടുണ്ട്, മോദിജി സൂഫിസത്തിന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗങ്ങള് അല്ലെങ്കിൽ സംഭാവനകള് അതിന് ഞങ്ങളെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് കുഞ്ഞാമത് അവിടെ പറഞ്ഞു വെക്കുന്ന വേറൊരു വിഷയമുണ്ട്. എന്താണത്? അതിൽ പറയുന്നത് കിതാബുകളിൽ നിന്നോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ല മതങ്ങളെ പഠിക്കേണ്ടത്. മതങ്ങൾ പഠിക്കേണ്ടത് ഒരു ഉസ്താദിന്റെ, ഒരു ഗുരുവിന്റെ സവിധത്തിൽ നിന്നാണ് എന്ന്. ഞാനിവിടെ കുഞ്ഞാമിദിനോടും നൗഷാദിനോടും കുറുട്ടൂരുകളോടും മൊത്തത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഔലിയാക്കളായിട്ട് തരീഖത്തിന്റെ ആളുകളായിട്ട് അറിയപ്പെട്ട അവിടുന്ന് ഷാഫിയ്യ ഫസിറത്തുൽ ഹംബലിയ ബിലാ ഹജ്രിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദില എന്ന് മഹാനായ ഗൗസുൽ തങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവിടുന്ന് ഷാഫി മദ്ഹബുകാരനായിരുന്നു, ഹംബലി മദ്ഹബ് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് വലിയനെ നിങ്ങളിപ്പോ അവിടെ പറഞ്ഞ സി എം വലിയുല്ലാഹി വലിയ ദർസ് പഠിച്ച ആളല്ലേ? അവിടുന്ന് ബാക്കവി ആയിരുന്നു, അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ബാക്കവി ആയിരുന്നു, അതാണ് സത്യം. അപ്പൊ അങ്ങനെ അതൊക്കെ കിതാബുകൾ ചൊല്ലി പഠിച്ചതല്ലേ? ഗുരുവിന്റെ മുഖത്തിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാല് ഏതെങ്കിലും പൊട്ടന്മാരെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അതാണ് ഗുരു എന്ന് പറഞ്ഞ് ആ പറയുന്നതാണ് ഇൽമ്, ആ പറയുന്നതാണ് ദീന് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ അത് നിങ്ങളുടെ കള്ളച്ചരക്കുകൾ വിറ്റഴിക്കാൻ ഒരു നിലക്കും ഇവിടെ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം നിങ്ങൾ പറയുന്ന ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഗുരുക്കൾ എന്താണ് ഇവിടെ പഠിപ്പിച്ചത് അല്ലെ? ആലിമീങ്ങളെ ചീത്ത പറയാൻ 24 മണിക്കൂറും ആലിമീങ്ങളെ ഏതൊക്കെ നിലക്ക് ചീത്ത പറയാൻ പറ്റുമോ ആ നിലക്ക് ചീത്ത പറയാനാണ് നിങ്ങൾ പറയുന്ന ഈ ഗുരുമുഖത്ത് നിന്ന് നിങ്ങൾ പഠിച്ചുണ്ടാക്കുന്നത് അല്ലെ? ഫിഖ് വേണ്ടേ അല്ലെ? മറ്റു അഖീദ വേണ്ടേ? മറ്റു വിഷയങ്ങൾ വേണ്ടേ? അതൊക്കെ കിതാബുകളിൽ നിന്ന് മഹാന്മാരെ എഴുതി വെച്ചതല്ല ഈ കാലം അത്രയും എഴുതിയതും പറഞ്ഞതും പഠിപ്പിച്ചതും പഠിച്ചതൊക്കെ അതൊക്കെ തെറ്റാണെന്നാണ് ഈ പറഞ്ഞ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഈ കള്ളത്തൊരിക്കത്തേർക്കുണ്ട്. എന്ത് കിതാബിൽ നിന്നല്ല ഇൽമ കിട്ടുന്നത്, അതൊരു ഷെയ്ഖിൽ നിന്ന് കിട്ടണം, അതേ ഇൽമാകുള്ളൂ, അതേ യഖീനാകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഒരു ചപ്പടാസി ഇവിടെ കാണിക്കുന്നുണ്ട്. അതാരും വിലക്കെടുക്കുന്നൊന്നുമില്ല. എന്നാലും അവിടെ കുഞ്ഞാമത് അയാളോട് BJP നേതാവ്, അദ്ദേഹം ഒരു പാർട്ടിയുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രമുഖനായ നേതാവാണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ല, അങ്ങനെ നേതാക്കളെ കാണുന്നതിന് നമുക്ക് തർക്കമില്ല. പക്ഷെ ഇത് ഈ രൂപത്തിലുള്ള നിഗൂഢമായ ചില നീക്കങ്ങൾ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇവർ സൂഫിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇവര് മെമ്മോറാണ്ടവും അല്ലെങ്കിൽ ഇവര് നിവേദനവും മറ്റുമൊക്കെ കൊടുക്കുന്ന എന്തോ ഒരു കവർ കൊടുക്കുന്നുണ്ട്. അതിൽ എന്താ എഴുതിക്കണെന്ന് അള്ളാഹു അലം. നിഗൂഢമാണ് ഇവരുടെ നീക്കങ്ങൾ, വളരെ നിഗൂഢമാണ്. അപ്പോ ആ ടീം അവരുടെ മത ആചാര്യന്മാര് നമ്മുടെ മലപ്പുറത്ത് ഇപ്പൊ തിരുനാവായിലോ മറ്റോ വന്ന് പ്രസംഗിച്ച വീഡിയോ ഇതിന്റെ പിറകെ വരുന്നുണ്ട്. അതിലെന്താണ് അവർ പറയുന്നത് കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാം. അപ്പൊ ഈ നിലക്ക് സൂഫിസത്തിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു BJP സർക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇവർ പല സ്ഥലത്ത് പോയി നോക്കി, പട്ടിക്കാട് പോയി നോക്കി, ഈഗിന്റെ അവിടെ പോയി നോക്കി, പല നദിവിന്റെ പിന്നാലെ കൂടി നോക്കി, അവിടെയൊന്നും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോ ഇവർ കണ്ടെത്തിയ പുതിയ മാർഗമാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ലേ? ഇനി ഞാൻ ഇവര് പറയുന്ന ഈ കേന്ദ്രം പ്രൊമോട്ട് ചെയ്യുന്ന സൂഫിസം എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഇടപാട് നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇസ്ലാമികമായി ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഇവിടെ അമ്പകുളത്ത് വന്നിട്ട് ഇവര് പരിപാടി നടത്തിയപ്പോ പത്രസമ്മേളനം നടത്തിയ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. ഇനി ഈ തിരുനാവായ നടക്കുന്ന ഒരു പരിപാടി, യാഗോ മറ്റോ, ആ പരിപാടിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് കാണാം. ഇവർ സൂഫിസകൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സൂഫികളുടെ ഇടപാടുകൾ എന്താണ്, അവരുടെ നിലപാടുകൾ എന്താണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇത് രണ്ടും കൂടി കണ്ട് ബാക്കി സംസാരിക്കാം. ഇണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ?
എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്, പലരും പല വേദികളിൽ നിന്ന് പറയുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു, മതമാണ്, മതമാണ്, മതത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിനവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഞാൻ സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പേര് PMA സലാം മുസ്ലിയാർ. അദ്ദേഹം സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ജിഫ്രി തങ്ങൾ, അദ്ദേഹവും സ്റ്റേറ്റ് പ്രസിഡന്റാണ്. പിന്നെ സാബ്ര ഹസനി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം ഇതിൻ്റെ ഇപ്പോൾ സൂഫി ഇസ്ലാമിക് ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സൂഫി സമ്പ്രദായത്തിലുള്ളവർ തീർച്ചയായിട്ടും അകമഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭാരതീയതയാണത്. കാരണം ഏകം സദ്വിപ്ര ബഹുദാവദന്തി എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റെത്. വിഭിന്നമാണെങ്കിലും പുഴ ഒഴുകും പോലെ ആ ഒഴുകുന്ന പുഴയിൽ സർവ്വതും ഒഴുകിപ്പോകുമ്പോഴും ജലം സ്വച്ഛമായും സുന്ദരമായിട്ടും എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇന്ത്യയിലെ എല്ലാ പുഴകളും സമ്മേളിക്കുന്നതും ആ ത്രിവേണി സംഗമം പോലെ അത് നിലനിൽക്കുന്നതുമായ ഒരു മഹാ ചൈതന്യമുള്ള പുഴയാണ്. നവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് തന്നെ 250ഓളം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഒത്തുകൂടലുണ്ടായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇത് ലോകം മൊത്തം അറിയണം. ലോകത്തിലുള്ള എല്ലാ വിഭാഗവും ഇത് ഉൾക്കൊള്ളണം. ഇവിടെ ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷ, ദേശം, ചിന്താഗതി അതൊക്കെ മാറ്റിവെച്ചിട്ട് നാം ഒന്നാകുന്നു, വസുദൈവ കുടുംബകം എന്ന ആ വലിയ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് സൂഫികളുടേത്. അപ്പൊ കണ്ടല്ലോ, കേന്ദ്രം പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആ സൂഫി ധാര, ഇവര് പരിചയപ്പെടുത്തുന്ന ആ സൂഫി ധാരയില് പിന്നെ ഉള്ള ആളുകളുടെ ഒരു പ്രതികരണവും അവരുടെ ഇസ്ലാമുമായിട്ടുള്ള ബന്ധവുമാണ് നമ്മൾ ആ ക്ലിപ്പിൽ കണ്ടത്. മറ്റൊന്ന് നമ്മൾ കണ്ടത് ഏതാണ്, പിന്നെ ഈ പറയപ്പെട്ട ഇവര് മെമ്മോറാണ്ടോ അതൊക്കെ കൊടുക്കുന്നതും ഞങ്ങൾ പിന്തുണയുണ്ട്, നിങ്ങൾ ചെയ്യുന്ന സൂഫി പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുണ്ട് എന്ന് പറയുന്ന ആ പാർട്ടിയുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾ, അതിൻ്റെ ആചാര്യന്മാർ വന്നിട്ട് നമ്മുടെ മലപ്പുറത്ത് വന്നിട്ട് നടത്തിയ പ്രഭാഷണത്തിന്റെ ശകലമാണ് നമ്മളെ കേട്ടത്. വളരെ വളരെ പിന്നെ ഗൗരവമേറിയ, വളരെ അപകടകരമായ രൂപത്തിലുള്ള ആ പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഈ രൂപത്തിൽ പിന്നെ ഇവരുടെ ബന്ധങ്ങൾ ഈ രൂപത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് ഒരു ഇരിക്കും കൊമ്പ് മുറിക്കലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, തല മറന്ന് എണ്ണ തേക്കുക എന്നൊക്കെയാണ് കുറുവട്ടൂരുകളുടെ വിഷയത്തെ നമുക്ക് പറയാനുള്ളത്. താൽക്കാലികമായിട്ട് AP സമസ്തയോടും അതിന്റെ പ്രവർത്തകരോടും നേതാക്കളോടുമുള്ള ആ വെറുപ്പ് അവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടി നിങ്ങൾ ഈ കളിക്കുന്ന കളി തീക്കളിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ അതിന്റെ തിക്തഫലങ്ങൾ ഏറ്റവും ആദ്യം അനുഭവിക്കുക നിങ്ങൾ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിങ്ങളുടെ ഷറിൽ നിന്ന് നാട്ടിനെയും നാട്ടാരെയും സമുദായത്തിനും സമൂഹത്തിനും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.